അട്ട കയറാൻ തുടങ്ങി. സാനിറ്റൈസർ എടുക്കടാ. അട്ട കയറാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സാനിറ്റൈസർ. ഇവിടെ നിറച്ചട്ട ഇഷ്ടം പോലെ അട്ട. കുറെ സാനിറ്റൈസർ വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്. ഇതിനെല്ലാം എടുത്ത് കളയേണ്ടി വരും. ഭയങ്കര അട്ട ഇവിടെ. ജസ്റ്റ് ഒരു മിനിറ്റ് നിന്നുള്ളൂ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോഴത്തേന് ഇഷ്ടം പോലെ അട്ടയായി. ഒടുക്കത്തെ അട്ടകടിയാട്ടോ. നമ്മളെ പ്രതീക്ഷേനപ്പുറം ശ്രീരാജും വിഷ്ണുവും നിന്ന് അട്ടയെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുവോ. ഒരു കൊടും വനത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര. എവിടെയും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അപ്പ അട്ട കയറും. നോ ടൈം ഫോർ സ്റ്റോപ്പ്, നോ ഗഡ്സ്, നോ ഗ്ലോറി. ഉള്ള കയറ്റം കേട്ടോ. ചുറ്റും ഭയങ്കര വനമോട് വനം, കാടും പുൽമേടും. രാജുകാരും അവിടെ നിന്നട്ട കടിക്കും. എൻ്റെ ഉണ്ടോ നോക്കട്ടെ. എൻ്റെ ഉണ്ടതേ, എൻ്റെ ഷൂവിലേതു അട്ട. കാട് കഴിഞ്ഞു കേട്ടോ. കാട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുൽമേട് പോലെ. ഇവിടെ എല്ലാവരും അവന്മാർ നിന്ന് അട്ടയ്ക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുക. വലിയട്ട എന്തി ഒരു വലിയട്ട കാണാം. എന്തി കേളു ഒരു വലിയ ഇനി കാട് ബാക്കി കാണുമല്ലോ എന്ന് തോന്നുന്നു. ഉള്ള കലയെല്ലാം പറിച്ച് അത്രയും അട്ടക്കടി കിങ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാട്ടിക്കൂടെ കയറി പോകുന്ന പോലെ തോന്നുന്നു. കാരണം നേരത്തെ ഒരു വഴി പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ചെറിയൊരു വഴി പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര തുടരുന്നു. വഴി എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ. ലെഫ്റ്റ് റൈറ്റിലും ഭയങ്കര കാട്. അതേ ഒരു വെറൈറ്റി ഒരു പൂ. പൊന്നെ ഗായ്സ്, നമ്മൾ നടന്നിട്ട് ഒരു വീട്ടിലെത്തി. ഇവിടെ മറ്റൊരു കുറേ തടി കഷ്ണമുണ്ട്. പിന്നെ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. പിന്നെ ഒരു ചെറിയ വീടുണ്ട് കേട്ടോ. വീട്ടിൽ ക്രോക്സ് ഉണ്ട് കേട്ടോ. പ്രോസ്. വീട്ടിൽ അണ്ണനെ പരിചയപ്പെടാം. എന്ത് ഉപ്പോ അണ്ണ? ഉപ്പ് ഇருக்கு. അണ്ണൻ ജയിനാന്ന് തോന്നുന്നു. ഇതാണ് അണ്ണന്റെ വീട്. അണ്ണൻ നമുക്ക് ഉപ്പ് കൊണ്ട് തരും. ഷൂസ് എല്ലാം ഊരി. നമുക്ക് സോക്സ് ഉണ്ട്. ആവി പറക്കണ പോലെ വറക്കുക. എന്താ ഇങ്ങനെ ഇഷ്ടം പോലെ. നമുക്ക് സോക്സിലെല്ലാം അട്ടയാ. ഷൂസിനകത്ത് നിറച്ചട്ട. ഷൂസിന് മണ്ടയ്ക്കും അകത്തും എല്ലാം അട്ട. എല്ലായിടത്തും അട്ട. ഷൂസിന്റെ കാലയിലും നിറച്ചട്ട. സോക്സിലല്ല. നമുക്ക് നീ അണ്ണൻ കുറച്ച് ഉപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ വീട് കണ്ടി ഇങ്ങോട്ട് നടന്നു വന്നപ്പോ നമ്മുടെ വഴി തെറ്റിപ്പോയി. നമ്മൾ ഈ വീട്ടിലാണ് വന്നത്. അല്ല, വഴി തെറ്റിപ്പോയി. എനിക്ക് വന്ന് അപ്പുറത്തൂടെ വഴിന്ന്. അപ്പം അണ്ണൻ കുറച്ച് ഉപ്പ് തന്നു. ഈ ഉപ്പ് വെച്ച ഈ അട്ടകളെ നമ്മൾ പ്രതിരോധിക്കണം. അണ്ണ ഉപ്പ് തന്നോടാ. എന്തിയേ? കുറച്ച് ഉപ്പ് തേക്കട്ടെ. അണ്ണൻ കുറച്ച് ഉപ്പ് തന്നു. എൻ്റെ വീട് കലണ്ടറൊക്കെ ഉണ്ട്. കന്നഡ കലണ്ടർ. 10 മണിയായി. ഇവിടെ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ചെറിയ വീടിൻ്റെ പോലത്തെ. എൻ്റെ പാവലൊക്കെ ഇടാൻ വേണ്ടി. അവിടെ വെള്ളം പോന്നു. കുളിച്ചിനാണോ? സോക്സ് എല്ലാം ബിബിളെ. ഉപ്പ് സ്വല്പ ഉപ്പ്. ഇത് ഉപ്പ്. ഷൂസിനകത്ത് കുറച്ച് ഉപ്പിടാം. എൻ്റെ ഇച്ചിരി എടുക്കട്ടെ. ഇത് തമ്പാക്കു ഉപ്പു. ഇല്ല, പൈതൽ ഗാഡിയില്ല. ഇങ്ങനെ ಹುಡುಗಿ ನಾಲು. ಬೆಂಗಳೂರು. ಓ, ಡ್ಯೂಟಿಯಾ? ಬೆಲ್ಲಿಯ ಹೊಗ್ಗು ಹುಡುಗ. ಅಲ್ಲ, ಹೊಗ್ಗು ಅಲ್ಲല്ലോ. ಬೇಡ. ಬೆಂಗಳೂರು ಹುಡ್ಡು. ಹಾಯ್. പോയി. ಅಲ್ಲಿ ಗೇಟ್ ಒಂದು ಗೇಟ್ ಇದೆ. ಮೆಟಲ್ ಗೇಟ್. ಅಲ್ಲಿಂದ ಸ್ಟ್ರೈಟ್ ಮೇಲೆ ಸ್ಟ್ರೈಟ್ ಹೋಗಬೇಡ. ಲೆಫ್ಟಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಓಕೆ ಅಣ್ಣ, ಧನ್ಯವಾದಗಳು. ಅಣ್ಣ ಇಲ್ಲಿ ಟೌನ್ ಇಲ್ಲಿ ಟೌನ್. ಇಲ್ಲಿ ಎಷ್ಟು ಸಂಸ್ಥೆ ಅಲ್ಲಿಂದ ಬರ್ತೇವಲ್ಲ, ಹೋಗಿದ್ದ ಜಾಗದಲ್ಲ ಮತ್ತೆ ರಿಟರ್ನ್ ಮಾಡಿ. ಓಕೆ. ಇಲ್ಲಿ ಎಷ್ಟು ಇಬ್ಳ? ಅಲ್ಲಿ ಎಷ್ಟು? ಇಲ್ಲ ನಿಮ್ಮ ಇಷ್ಟು ഈ വഴിയാണ് പോണ്ടേ? ഈ വഴി. ടാറ്റ. വെള്ളം മാಡು. ഉപ്പ് തീർന്നു. ഓക്കെ, താങ്ക്സ് അണ്ണാ. താങ്ക്സ് അക്ക. ഇല്ല, ഈ ഓ
നമ്മൾ വഴി എത്തി വീട്ടിൽ വന്ന് ഈ വീട്ടിലെ അണ്ണൻ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തു, ഉപ്പൊക്കെ തന്നു. നമുക്കപ്പോൾ വഴി പറഞ്ഞു തന്നു, നമുക്ക് ഈ വഴി പോവാം, ഈ വഴിയാണ് നമുക്ക് പോകേണ്ട റൂട്ട് തോന്നുന്നു. അല്ല, ഈ വഴിയല്ല ആക്ച്വലി പോകേണ്ടത്, പക്ഷെ നമുക്ക് ഈ വഴി നമുക്ക് എങ്ങനെയും എത്തപ്പെടാമെന്നാണ് അണ്ണൻ പറയുന്നത്. പക്ഷെ ഇത് നല്ല പട്ടിക്കാടാട്ടോ ഇത് നമ്മൾ എത്തുമോ? മഴ ചെറുത് കൂടി നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇബ്ല ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ ഇബ്ല ഉണ്ടെങ്കിൽ തോറ്റു നമ്മൾ. അതിനകത്ത് മൊത്തം കടിച്ചു കേട്ടോ. വിഷ്ണു എല്ലാം ഊരി കളഞ്ഞിട്ട് കുറേ ഇലയൊക്കെ വാരി പൊത്തുന്നുണ്ട്. എൻ്റെ കാലിലും ഉണ്ട് കുറേ. പക്ഷെ ഞാൻ ഇമ്മാരിപ്പോൾ വരുമെന്ന് ചോദിച്ചിട്ട് ഇമ്മാരിപ്പോൾ വരുന്നില്ല. ഇമ്മാരവിടെ അട്ടഹണ്ടിതാണ്. ഷൂസിൽ നിറച്ച അട്ടയാണ്, പക്ഷെ ഞാൻ ഷൂസ് ഇടാൻ പോകും, അല്ലാണ്ട് വേറെ വഴിയില്ല. ഷൂസിലാണെങ്കിൽ ഫുൾ അട്ട, അകത്തും പുറത്തും എല്ലാം അട്ട. അട്ടയോടെ അട്ട. അപ്പൊ അട്ട ഷൂസാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അട്ട ഷൂസ് ഇംബ്ല ഇവിടെ ഇവിടെ എല്ലാം ഇംബ്ല ഉണ്ട്. നമ്മൾ അവസാനം ഇവരുടെ ഒരു അരമണിക്കൂറിന്റെ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അട്ട കടിയോട് കടി നിറച്ച് ഒരു പൂരം, അട്ടപ്പൂരം. നമ്മള് കുറെ സാനിറ്റൈസർ, ഉപ്പും ഡെറ്റോളും എല്ലാം ഇട്ട് തേച്ച് കുറെ അതിന് ഷൂസിനകത്തുണ്ട്. ചുമല കളറിൽ അയ്യോ പോ ഇവിടെ നിക്കല്ലേ, അതെല്ലാം ഷൂസിനകത്തുണ്ട്. ഷൂസിനകത്തുണ്ട്, അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര അട്ട ശല്യമാണ്. വിഷ്ണുവിന്റെ ഒക്കെ മുഖത്തൊക്കെ ഇരിക്കുന്നു അട്ട, കഴുത്തേലൊക്കെ ഇരിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക്. നമ്മള് ഇപ്പൊ അണ്ണ നമ്മൾ പറഞ്ഞത് നമ്മൾ കേറിയ വഴി തെറ്റിപ്പോയി. അടുത്ത ഗേറ്റ് ഉണ്ട്, മെറ്റൽ ഗേറ്റ്. അപ്പൊ ഈ വഴി ചെല്ലുമ്പോ നമ്മൾ വന്ന അട്ട കൂടി വഴി, അവര് പോലും ആ വഴി പോകാറില്ല. നമ്മൾ എന്നിട്ട് അബദ്ധം കാണിച്ചു. അണ്ണ ഇപ്പൊ പുതിയൊരു വഴി പറഞ്ഞു തന്നെ. ഇപ്പൊ ഈ റൂട്ട് വഴി നമ്മൾ റോഡിൽ ചെന്നിട്ട് നേരെ പോയാൽ മെറ്റൽ ഗേറ്റ് കാണാം, റൈറ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് കാണുന്ന വഴിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മള് വഴി തെറ്റിയാണ് കയറി വന്നത്. അവര് പോലും നടക്കുന്ന വഴിയല്ല, വലിയ കാടുള്ള ഒരു വഴിയായിരുന്നല്ലോ. അവര് പോലും അതുവഴി പോകാറില്ല, അട്ട കാരണം. ആ വഴിയാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ അണ്ണ നമുക്ക് വേറൊരു വഴി പറഞ്ഞു, ഈ വഴി നിങ്ങൾ പോയാൽ റോഡിൽ ചെല്ലും, എന്നിട്ട് അട്ട കുറവുള്ള വഴിയാണ്, ഇതുവഴി റോഡിൽ ചെല്ലും, ഇതുവഴി ചെന്നിട്ട് നിങ്ങള് നേരെ പോയാൽ മതി, മെട്രോ ഗേറ്റ് കാണാം, അതുവഴി കയറി പോകണമെന്ന് പറഞ്ഞു. ഇത് വലിയ പറ്റായിപ്പോയി. അപ്പൊ നമ്മൾ എവിടെ നിൽക്കാതെ പോവാം, നമ്മൾ തിരിച്ച് റോഡിൽ വന്നു. റോഡിലെത്തി ഇതുവഴി അങ്ങോട്ട് ചെല്ലുമ്പോ ഇനി മെറ്റൽ ഗേറ്റ് കാണാം. എന്റെ അപ്പോ റോഡിൽ വന്നു. ആശ്വാസം, വളരെ വലിയ ആശ്വാസം. എന്റെ ഷൂസ് ഇപ്പോഴും ഒത്തിരി അട്ടയുണ്ട്. നോക്ക, ഷൂസെല്ലാം ഇപ്പോഴും അട്ടയുണ്ട്. ഈ അട്ടയെല്ലാം എടുത്ത് കളയണം ഷൂസേന്ന്. സൈഡിലെല്ലാം അട്ടയാണ്ടോ, ഇത്രയെല്ലാം അട്ടയുണ്ട്. ഈ അട്ടകളെല്ലാം എടുത്ത് കളഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം അട്ടശല്യം നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം. ഇതെല്ലാം എടുത്ത് ഒന്ന് കളയട്ടെ. അയ്യോ, വിഷ്ണുവിന്റെ അവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. വിഷ്ണുവിനെ ഇവിടെയൊക്കെ കടിച്ചിട്ടുണ്ട് ദേഹത്തൊക്കെ. അല്ല, അട്ട കടിച്ചാലേ ഇല്ല. വിഷ്ണുവിനെ ഷർട്ടിൽ നിന്നൊക്കെ ചോര വന്നു. അയ്യോ, ഇവിടെ ഇവിടെ കടിച്ചോണ്ടോ? നിപ്പിള് കടിച്ചു. സൂം ചെയ്യുന്ന ശ്രീരാജ്. അല്ല, ബ്ലഡ് ഉണ്ടല്ലോ, ഷർട്ടിലൊക്കെ ബ്ലഡായി. ഞാൻ പറഞ്ഞ വെള്ളം ഷൂസേലുണ്ട്. നീവേ അതിനെടുത്താളാ ഷൂസേലുള്ളതിനൊക്കെ. അതവിടെ ഇരിക്കട്ടെ. മഴ പെയ്യുന്നടാ, എല്ലാം പോയില്ലേ, ദേഹത്തെല്ലാം പോയില്ലേ? ഇനി ഇട്ടോ കയ്യാല്. എടാ വിവേക, കയ്യാല് നീ ഒന്ന് പിടിക്കോ എന്തെങ്കിലും, അല്ലെ കൈ എടുത്തോളാ. നീ വലത്തെ കയ്യല്ലേ, ബാക്കില് സാനിറ്റൈസർ അടിച്ചെടുത്തോളാം. അത് ബ്ലഡ് കുടിച്ചിരിക്കുക. ഓക്കെ, വിട്ടു. സാനിറ്റൈസർ അടിച്ചാൽ വിട്ടു. എന്റെ മോനെ ബ്ലഡ്. സാനിറ്റൈസർ അടിക്കണം, ചുമ്മാ എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചിട്ടില്ല. പാൻറ് ഊരുന്നേ. ആ ഷൂസേലല്ലേ എടുത്ത് കളയടാ. ഇല്ല, ഇവിടെ ഇനി അട്ട ഇല്ലാത്ത സ്ഥലം, ഇവിടെ നിന്നിട്ട് എടുത്ത് കളയാം നമുക്ക്. ഇനി അട്ട കയറൂല. ഇവിടെ അട്ട ഇല്ലല്ലോ, റോഡിൽ ഒന്നില്ലേ. ഇപ്പം എടുത്ത് കളഞ്ഞാൽ ഇനി കയറൂലെന്നാ ഞാൻ പറഞ്ഞേ. അണ്ണൻ ഏതായാലും സാനിറ്റൈസർ എടുക്കാൻ പറഞ്ഞാൽ വളരെ നന്നായി. അല്ല, സാനിറ്റൈസർ ശരിക്കുവേ കടിച്ച അട്ട കടിച്ചാൽ മതി. ഈ അട്ട കടിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഇത് കടിച്ചാലല്ലോ, ഇത് ചുമ്മാ നടക്കല്ലേ തൊടിയില്ല. ഞാൻ നേരത്തെ കളയട്ടെ എൻ്റെ ദേഹത്തോളെ. സാധനത്തിനൊടുവിലേ വീട്ടിൽ നിന്ന് നമ്മുടെ ജയിലറിലെ മാത്യു മോഹൻലാലായിട്ട് ഇറങ്ങിയവനാണ്, വെള്ള ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത്. ഇപ്പോൾ അടുത്ത് ഉടുപ്പൊക്കെ ഊരി വരെ GTA വൈസ്റ്റിലെ പുള്ളിയെ പോലെ വരുന്നുണ്ട്. അമ്മാതിരി അവൻ്റെ എല്ലായിടത്തും അട്ട അടിച്ച് ഗൈസ്. സിരാജ് ഗാരു ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത് റോഡിൽ എത്തുമ്പോൾ നമുക്കൊരു ജീപ്പ് ഇവിടെ കാണാം കേട്ടോ. ആ ജീപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് അന്വേഷിക്കാം എങ്ങോട്ടാണ്. അഞ്ചിഗുഡ എന്നാ ജീപ്പിൽ ആരും തന്നെ ഇല്ല കേട്ടോ.
ഇവിടെ ഒരു മെറ്റൽ ഗേറ്റ് കാണാൻ കേട്ടോ. പക്ഷേ ലെഫ്റ്റ് സൈഡ് മെറ്റൽ ഗേറ്റ് പറഞ്ഞത് അല്ല